ഈ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ ലോകത്തിൻ്റെ മായിക വലയത്തിൽ ദൈവപുത്രന് സമുചിതമായ പാർപ്പിടമാകാൻ നമ്മുടെ മനസ്സുകൾക്കും ഹൃദയങ്ങൾക്കും കഴിയുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡിജിറ്റൽ യുഗത്തിൽ ശബ്ദകോലാഹലങ്ങളുടെയും കണ്ണുകളെയും മനസ്സിനെയും കീഴടക്കുന്ന മായിക ലോകക്കാഴ്ചകളുടെ മധ്യത്തിൽ അവയിൽ നിന്നെല്ലാം വിരക്തി നേടി ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ, കർത്താവിന് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം കൊടുക്കാൻ സ്വസ്ഥമായി നമുക്ക് നമ്മുടെ ആന്തരിക ജീവിതത്തിലേക്ക് പിൻവാങ്ങാം. സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ആഹ്വാനം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് വിശുദ്ധ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ പിൻവലിക്കാം. അങ്ങനെ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയുമൊക്കെ വിശുദ്ധീകരിക്കാം. ഒരുപാട് പാപത്തിൻ്റെയും അധാർമികതയുടെയും ലോകം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്നുള്ള സത്യവും നമുക്ക് മറക്കാതിരിക്കാം. പണ്ടുകാലങ്ങളിൽ പത്രങ്ങളും മാസികകളും അതുപോലെ തന്നെ ടെലിവിഷനുമായിരുന്നു ഒരുപാട് പേർ നമുക്ക് നമ്മളെ തന്നെ കാണാനും കേൾക്കാനുമുള്ള മാധ്യമങ്ങൾ. ഇന്ന് നവമാധ്യമ ലോകം ഇന്ന് മനുഷ്യനെ കീഴടക്കിയിരിക്കുകയാണ്. പത്രവായനയും മാസിക വായനകളും പുസ്തക വായനകളും ഒക്കെ നന്നായി കുറഞ്ഞിട്ട് ഭയാനകമായ വിധത്തിൽ നവമാധ്യമങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്ന നേരത്ത് പോലും നവമാധ്യമങ്ങളിൽ നിന്ന് കണ്ണെടുക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. പ്രാർത്ഥനയ്ക്കോ ഞായറാഴ്ച ദിവ്യബലിക്കോ പോലും പോകാനാവാത്ത വിധം നവമാധ്യമങ്ങൾക്ക് അടിമപ്പെട്ട ജീവിതങ്ങൾ ഇന്ന് ലോകത്ത് ധാരാളമുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. നമ്മളും പലപ്പോഴുമെല്ലാം ഈ ഡിജിറ്റൽ വേൾഡിന് അടിമകളാകുന്നു എന്നുള്ള സത്യം നമുക്ക് മറക്കാതിരിക്കാം. സ്നാപക യോഹന്നാൻ്റെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും. പിറവിത്തിരുനാളിന് നമ്മൾ ഒരുങ്ങുന്നു. നമ്മുടെ ഹൃദയവും മാനസങ്ങളും ഈശോയ്ക്ക് പിറക്കാനുള്ള സ്വർഗീയ മണിമന്ദിരങ്ങളായി മാറ്റപ്പെടാൻ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഡിസംബർ മാസം 7-ാം തീയതി കൃപാസനത്തിൽ ദൈവമാതാവ് കാണപ്പെട്ടതിൻ്റെ 20-ാം വാർഷിക ദിനത്തിൽ ഒരുപാട് ദൈവജനം കൃപാസനത്തിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ കാരുണ്യം തേടാനും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനും എത്തുന്ന ഇടമായി കർത്താവ് കൃപാസനത്തെ മാറ്റിയിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ലോകമുള്ളിടത്തോളം കാലം കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടായ ഈ പുണ്യസ്ഥലം മനുഷ്യരുടെ ആശാകേന്ദ്രമാകട്ടെ. അമ്മയായ മറിയത്തിൻ്റെ കാവലും സംരക്ഷണത്തിൻ്റെയും ഇടമായി കർത്താവ് ഈ ഭവനത്തെ പരിപാലിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെ എത്തുന്ന എല്ലാ ജനപദങ്ങളും ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച് ആനന്ദിച്ച് കർത്താവിന് നന്ദി പറയാൻ ദൈവം ഇടവരുത്തുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. 4-ാം ദിവരഹസ്യം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യക മാതാവ് ഈ ലോകത്തിൽ നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. 4-ാം ദിവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിലെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുവാനും ദൈവമഹത്വത്തിനായി എല്ലാ പ്രവർത്തനങ്ങളെയും മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് പരലോകത്തിലെത്തിയ ഉടനെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെ ഭൂമിയുടെ രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. അഞ്ചാം ദിവരഹസ്യം ധ്യാനിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ സാമൂഹ്യ സാംസ്കാരിക ആത്മീയ രചനകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ രചനകളിലൂടെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഉൾക്കൊണ്ട് ക്രിസ്തു കൈമാറ്റത്തിനായി പുത്തൻ അഭിഷേകം സ്വീകരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട്